ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഓട്ടോ ഡ്രൈവറായി ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് മുന്നേ കുറച്ച് ആൾക്കാരിനെ പിക്ക് ചെയ്യാനുള്ളൂ തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എയർപോർട്ടിൽ കൂടെയുള്ള ആൾക്കാരിനെയൊക്കെ പിക്ക് ചെയ്യുക. ഹലോ ചേട്ടാ, അതെ എനിക്ക് ഈ എയർപോർട്ട് വരെ ഒന്ന് പോകണമായിരുന്നു. ചേച്ചി വണ്ടി കയറിക്കോ, നമുക്ക് എയർപോർട്ട് വരെ പോകാമല്ലോ. ചേട്ടാ ഞാൻ വണ്ടി കയറി, നമുക്ക് പോവാം. ഓക്കെ ചേച്ചി. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ ചേച്ചിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടാം. ഓക്കെ ചേച്ചി, ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ. എത്രയാണ് വരണേ? 15 രൂപ. അതാ പിടിച്ചോ. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്കെന്തായാലും അടുത്ത അവിടേക്ക് പോവാം ഗൈസ്. ഓക്കെ, അടുത്തത് ആരാണാവോ? നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അടുത്ത ആളിനെ പിക്ക് ചെയ്യാൻ പോവുക ഗൈസ്. ഓക്കെ ഇതാ ഈ ചേച്ചി നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ചേട്ടാ, അതെ എനിക്ക് മറ്റേ ബീച്ച് വരെ ഒന്ന് പോകണമായിരുന്നു. ശരി, വണ്ടി കയറിക്കോളൂ, നമുക്ക് ബീച്ച് വരെ പോകാമല്ലോ. ഓക്കെ ചേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ചേച്ചി വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ചേച്ചിനെ ബീച്ചിൽ കൊണ്ടുപോയി വിടാം. കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോകുകയൊന്നും വേണ്ട ഗൈസ്, നമുക്ക് സാധാ വഴി കൂടെ തന്നെ പോവാം. ഇത് എപ്പോഴാണാവോ എത്തുക ഗൈസ്? ഇത് എപ്പോഴാണ് എത്തുക? ഈ ഓട്ടോ കുറച്ച് സ്പീഡിലേ പോകണമല്ലോ, അതുകൊണ്ട് ഇത് എപ്പോഴാണ് എത്തുകയെന്നും കൂടി പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ഇത് എപ്പോഴാണാവോ എത്തുക? ഇവിടെ നമുക്ക് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോകണം. വേണ്ട, നമുക്ക് നേരത്തെ പോവുക. ഓക്കെ, ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് പെട്രോൾ അടിക്കണ്ട, കാരണം നമ്മുടെ വണ്ടിയിൽ ഫുൾ പെട്രോൾ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൽ കൂടെ പോവാം ഗൈസ്. ഷോർട്ട് കട്ട് എടുത്ത് പോകണ്ട. ഷോർട്ട് കട്ട് എടുത്ത് പോയാൽ നമ്മുടെ ഓട്ടോ ഡ്രൈവറിൻ്റെ ജീവിതം തീരും ഗൈസ്. ഓട്ടോ ഡ്രൈവറിനെ പണി പോകും. നമുക്കേ ഇതിൽ കൂടെ അങ്ങ് പോവാം. കുറച്ച് ദൂരമുണ്ട് ഗൈസ് ബീച്ചെത്താൻ. അയ്യോ ചേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ വണ്ടി വളയ്ക്കണേ? ചേച്ചി, ഞങ്ങളൊക്കെ പ്രൊഫഷണൽ ഓട്ടോ ഡ്രൈവറാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വണ്ടി വളയ്ക്കുള്ളൂ. സാധാ ഓട്ടോ ഡ്രൈവറിനെ പോലെയൊന്നും വണ്ടി വളയ്ക്കില്ല. ചേട്ടാ, ഇനിയൊന്നും അങ്ങനെ വളയ്ക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഈ ഓട്ടോ വീഴൊന്നുമില്ല. എന്തൊരു കാര്യം ചെയ്യാം, ഈ ചേച്ചിനെ ബീച്ചിൽ കൊണ്ടാക്കാതെ എപ്പോഴാണ് ഗൈസ് എത്തുക? കുറേ നേരമായല്ലോ ട്രിപ്പ് തുടങ്ങിയിട്ട്. ഗൈസ്, ഇത് എപ്പോഴാണാവോ എത്തുക? അയ്യോ ഗൈസ്, ഇത് എപ്പോൾ എത്തും ഗൈസ്? കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല സ്പീഡിൽ പോവുക ഗൈസ്. ഈ ഓട്ടോന് അത്ര സ്പീഡേ ഉള്ളൂ, ഇനി സ്പീഡിൽ പോയാൽ സെറ്റായിട്ടുണ്ടാവും. ഗൈസ്, എപ്പോഴാണ് ഗൈസ് എത്തുക? കുറേ നേരമായി ഗൈസ് തുടങ്ങിയിട്ട്. ഈ ചേച്ചിന് ബീച്ചല്ലാണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞോളെ. എന്താ ചേട്ടാ? ഒന്നുമില്ല ചേച്ചി, എനിക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഒറ്റയ്ക്ക്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, ബീച്ചിലേക്ക് പോവാം. അയ്യോ ഗൈസ്, ഇത് എപ്പോഴാണ് എത്തുക ഗൈസ്? പെട്ടെന്ന് എത്തണമില്ലല്ലോ. എനിക്കൊന്ന് എത്താറായിട്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ ബീച്ച് എത്താറായി കേട്ടോ. അയ്യോ, നിങ്ങനെയൊക്കെ ബീച്ച് എത്താറായിട്ടില്ലേ? അത് എത്താറായി ഗൈസ്, എത്താറായി ഗൈസ്, ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എത്തി. ചേട്ടാ എത്രയാണ്? 110 രൂപ. 110 രൂപയോ? ചേച്ചി, ഇത് വലിയ ട്രിപ്പായിരുന്നില്ലേ, അതുകൊണ്ടാണ്. ശരി ഗൈസ്, നമുക്ക് 110 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഒരു ചേട്ടൻ വിളിക്കണ്ടല്ലോ. ഓക്കെ, നമുക്കെന്താ പോവാം. ഈ ചേട്ടനല്ല, ആ ചേട്ടനാണ്. അയ്യോ, എൻ്റെ വണ്ടി എന്താ ഇവിടെ പറ്റിയേ? അയ്യോ ഗൈസ്, എൻ്റെ വണ്ടിക്ക് എന്തോ പറ്റി. കുഴപ്പമില്ല. ആ ചേട്ടൻ എങ്ങനെ താഴെ വീണേ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കല്ലോ തടഞ്ഞു വീടുണ്ടാവും. നമ്മളിടിച്ചല്ല, അത് ഉറപ്പാണ്. അതെന്തോ ആണോ അപ്പോൾ ഇത്ര ഇവിടെ നിന്ന് താഴെ വീണ അയാൾ? ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. മരിക്കാൻ ചാൻസ് ഇല്ല, ചെറിയതല്ലേ, മുറിവ് വന്നിട്ടുണ്ടാവും. ഹലോ ചേട്ടാ, അത് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണമായിരുന്നു. ചേട്ടാ വണ്ടി കയറിക്കോ. ചേട്ടാ, ഞാൻ വണ്ടി കയറിയിട്ടുണ്ട് ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഏട്ടനെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് ആക്കിയിട്ട് വരാം. ചേട്ടാ പെട്ടെന്ന് പോവാ ചേട്ടാ, അല്ലെങ്കിൽ ട്രെയിൻ ഇപ്പോൾ പോകും. ചേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെയാണ് പോണേ. അയ്യോ ഗൈസ്, ഇന്ന്
ഇതാണ് ലാസ്റ്റ് ഗൈസ്. എനിക്ക് വയ്യ, മതിയായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഏട്ടനെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആക്കിയിട്ട് വരാം. ചേട്ടാ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കും ചേട്ടാ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എവിടെ വേണമെങ്കിൽ വണ്ടി ഓടിക്കുന്നു ചേട്ടാ. ഇപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണ്ടല്ലോ, അത് മതി. ശരി ചേട്ടാ. നമുക്കെന്തായാലും ഈ ചേട്ടനെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കാം. അയ്യോ, ഇങ്ങനെയൊക്കെ ആക്കണം. അയ്യോ ചേട്ടാ, വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ലടോ, വണ്ടിക്ക് ചെറിയ സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ഇതെന്ത് ഓട്ടോയാ, ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല ഇടിച്ചിട്ട്. അതെനിക്കറിയില്ല കേട്ടോ, ഇതെൻ്റെ സ്വന്തം ഓട്ടോ ഒന്നുമില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ ഏട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുക. റെയിൽവേ സ്റ്റേഷൻ എത്താറായി ഗൈസ്, ഇനി കുറച്ചുകൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും ഗൈസ്. അയ്യോ ഗൈസ്, റെയിൽവേ സ്റ്റേഷൻ എത്താറായി, കുറച്ചുകൂടി ഉള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷൻ എത്തി. ചേട്ടാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ. എത്രയാണ്? 110 രൂപ. 110? 110. വലിയ റൈഡായിരുന്നില്ലേ? ഇതാ പിടിച്ചോ 110. ഞാൻ പോണു, ബായ്. ഓക്കെ, നമുക്കെന്തായാലും കുറച്ച് നേരം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക ഗൈസ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പോൾ എത്ര മണിയായി? ഗൈസ്, ഇപ്പോൾ 11 മണിയായി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിൽ പോവാം. ഓക്കെ, വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ഗൈസ്, കാരണം വലിയ റൈഡായിരുന്നു ഇന്ന്. അയ്യോ, നമുക്ക് വീട്ടിൽ പോയിട്ട് പോവാം. അയ്യോ ഗൈസ്, എനിക്ക് വയ്യ ഗൈസ്. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോവാം. വീടെത്താറായി ഗൈസ് നമ്മുടെ. ഓക്കെ, നമ്മുടെ വീടെത്താറായി, കുറച്ചുകൂടി ഉള്ളൂ, അതിനെത്തും. ഓക്കെ, നീ എന്താടോ റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണേ? അത് അറിയാതെ പറ്റിപ്പോയതാ ചേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിൽ പോവാം. നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, എനിക്ക് വയ്യ, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഓക്കെ, പോയിട്ട് റെസ്റ്റ് എടുക്കാം, അതായിരിക്കും നല്ലത്. അയ്യോ, ഈ കയ്യും കാലൊക്കെ വേദനിക്കണം. ടി വിയിൽ ന്യൂസോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടിരിക്കുക. അയ്യോ.